ആരാണ് മോഴയാനകൾ? കുറച്ചു നാളുകളായി വാർത്തകളിലും മറ്റും ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് മോഴയാനകൾ. ആനകളെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്: കൊമ്പനാനകളും പിടിയാനകളും. ഈ രണ്ടിലും പെടാത്തതാണ് മോഴയാനകൾ എന്ന് പറയുന്നത്. മോഴയാനകൾ അഥവാ മാഗ്ന എലിഫന്റ് എന്ന് പറയുന്ന ആനകൾക്ക് കൊമ്പില്ല. കൊമ്പില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ പിടിയാനകളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട്. എന്നാൽ കൊമ്പില്ലാത്ത ആണാനകളെയാണ് മോഴയാനകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആനകൾക്കിടയിലെ ട്രാൻസ്ജെൻഡർ ആണെന്നും വളരെ പാവങ്ങളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന രീതിയിലൊക്കെ ഒരു സംസാരമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. കൊമ്പനാനകളെക്കാൾ കൂടുതൽ ശക്തരും വലിപ്പവുമുള്ള ആനകൾ തന്നെയാണ് മോഴയാനകൾ. ആനകളുടെ ഇടയിൽ പെണ്ണാനകളാണ് അവരുടെ ഇണയെ തിരഞ്ഞെടുക്കുന്നത്. അതിന് ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് കൊമ്പുള്ള ആനകളെയാണ് പെണ്ണാനകൾ കൂടുതലായും തിരഞ്ഞെടുക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ മോഴയാനകൾക്ക് ഇണചേരാനുള്ള അവസരം വളരെ കുറവാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആനകളുടെ മദപ്പാടിനെ കുറിച്ച്. ആനയുടെ മദപ്പാടിന്റെ സമയത്ത്, അതായത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ആനയ്ക്ക് മദപ്പാടുണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് ആനയുടെ തലയുടെ ഇരുവശത്തുമുള്ള ടെമ്പറൽ ഗ്രന്ഥികളിൽ നിന്ന് വളരെ രൂക്ഷമായ ഗന്ധമുള്ള ചില ദ്രാവകങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഇവയത് ചെവികളാട്ടി ദൂരേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് ആനകളുടെ ഇണചേരൽ പ്രക്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രായം കൂടുന്തോറും ആനകളുടെ ഈ ദ്രാവകങ്ങളുടെ ഗന്ധമെന്ന് പറയുന്നത് വളരെ രൂക്ഷമാവുകയും ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ പെണ്ണാനകൾ കൂടുതലായി തിരഞ്ഞെടുക്കുക പ്രായം കൂടിയ ആണാനകളെ ആയിരിക്കും. മാത്രമല്ല, മോഴയാനകളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൊമ്പന്മാർക്കാണ് കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. എന്നാൽ കൊമ്പില്ല എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മോഴയാനകൾ മറ്റ് കാട്ടാനകളെ പോലെ തന്നെയാണ്. മാത്രമല്ല, കൊമ്പനാനകളെക്കാൾ വലിപ്പവും ശക്തിയും മോഴയാനകൾക്ക് കൂടുതലാണ്. 4 കാട്ടാനകൾക്ക് തുല്യമാണ് ഒരു മോഴയാന എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. കൊമ്പില്ലാത്തത് മോഴയാനകളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ ഗുണകരമാണ്. കാരണം കൊമ്പുകൾക്ക് വേണ്ടി ഒരിക്കലും മോഴയാനകളെ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ജീവന് ഭീഷണി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ആനകളുടെ വംശം നിലനിർത്താനും അതുപോലെ തന്നെ കൂടുതൽ കാലം ജീവിച്ചിരിക്കാനും മോഴയാനകൾക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, മോഴയാനകൾക്ക് ശക്തി കൂടുതലായതുകൊണ്ട് തന്നെ അതിനെ വരുതിയിൽ വരുത്താനും അല്ലെങ്കിൽ മയക്കുവെടിവെച്ച് വീഴ്ത്താനുമൊക്കെ വളരെ പ്രയാസകരമാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മോഴയാനകളുള്ളത് ശ്രീലങ്കയിലാണ്. ഇന്ത്യയിലും ധാരാളം മോഴയാനകളുണ്ട്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 89% കൊമ്പന്മാർക്ക് 11% മോഴകൾ എന്ന അനുപാതത്തിലാണ് ഉള്ളത്. മോഴയാനകളുടെ കണക്കുകൾ എടുക്കാൻ വളരെ പ്രയാസമാണ്. അതിന് കാരണം ഈ കൊമ്പില്ലാത്തത് തന്നെയാണ്. കാരണം പിടിയാനകളാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് മോഴയാനകൾ ഏതാണ് പിടിയാനകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ കണക്കെടുപ്പിൽ വളരെ പ്രയാസപ്പെടാറുണ്ട്. കേരളത്തിൽ നാട്ടാനകൾക്കിടയിൽ 40ഓളം മോഴയാനകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കാടിറങ്ങി നാട്ടിലെത്തി ഒരുപാട് പേരുടെ ജീവനുകൾ അപഹരിച്ച മോഴയാനകൾ ഇപ്പോഴുമുണ്ട്. അതിൽ ചിലരൊക്കെ ആന ക്യാമ്പുകളിലുമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ബേലൂർ മഖ്ന എന്ന മോഴയാനയെ കുറിച്ചുള്ള ചർച്ചകളാണ് വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്നത്. ബേലൂർ മഖ്നയെ പോലെ ഇന്ത്യയിൽ പ്രസിദ്ധരായ ഒരുപാട് ആനകളുണ്ട്. അതിലൊന്നാണ് മുതുമലമൂർത്തി എന്ന ആന. 23ഓളം പേരുടെ ജീവനുകൾ അപഹരിച്ച ആനയാണ് മുതുമലമൂർത്തി. ഈ ആന മുതുമലയിലെ ആന ക്യാമ്പിലാണ് ചരിഞ്ഞത്. കഴക്കിച്ചാൽ ഗണേശൻ, പുതുപ്പള്ളി അർജുനൻ, ഓലമ്പാടി ഭദ്രൻ, അക്കരമേൽ മോഹനൻ, ലിബർട്ടി ഉണ്ണിക്കുട്ടൻ, പുല്ലാട് കർണൻ, വിഷ്ണുലോകം രാജസേനൻ എന്നിവരൊക്കെ തന്നെ കേരളത്തിലെ പേരുകേട്ട മോഴയാനകളാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിനു കീഴിലും 2 മോഴയാനകൾ ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ എന്ന ആന ചരിഞ്ഞതിനു ശേഷം ഇപ്പോൾ ബാലകൃഷ്ണൻ എന്ന ആന മാത്രമാണ് ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള മോഴയാന. 3 മുതൽ 6 മാസം വരെയാണ് ആനകളുടെ മദപ്പാടിന്റെ സമയം. മുൻപ് പറഞ്ഞതുപോലെ കൊമ്പന്മാർക്ക് പ്രാതിനിധ്യമുള്ളതിനാൽ തന്നെ ഈ ഒരു മദപ്പാടിന്റെ സമയത്ത്, അതായത് കൊമ്പന്മാർ ഇണചേരുന്ന സമയത്ത് മോഴയാനകൾ കൂടുതലായും കാട് അതിർത്തിയിലേക്ക് ഒളിച്ചോടി പോവുകയാണ് ചെയ്യാറ്. എന്നാൽ അതേസമയം കാട് അതിർത്തിയിലേക്ക് ചെല്ലുന്ന ഇത്തരം മോഴയാനകൾക്ക് നേരിടേണ്ടി വരുന്നത് അവിടുത്തെ മനുഷ്യരെയാണ്. അങ്ങനെ കാട്ടാനകളുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും ഇടയിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആനകളാണ് മോഴയാനകൾ എന്ന് പറയപ്പെടാറുണ്ട്. ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും പല രീതിയിലുള്ള പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നതിനാൽ മോഴയാനയുടെ സ്വഭാവത്തിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ മെരുക്കാനും പ്രയാസം.
മോഴയാനകൾ ഇണചേരുമ്പോൾ ഉണ്ടാവുന്ന കുട്ടികൾ മോഴയാനകളാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ പൂരത്തിന് എഴുന്നള്ളിക്കാനാണ് കൊമ്പനാനകളെ കൂടുതലായും കൊണ്ടുവരാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ മോഴയാനകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. മാത്രമല്ല, അതിനാൽ തന്നെ മോഴയാനകളെ തടിപ്പണിക്കായാണ് കൂടുതലും ഉപയോഗിക്കാറ്. അവരുടെ ശക്തി ഉപയോഗിച്ച് കൂടുതൽ പണി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ മുൻപ് പറഞ്ഞതുപോലെ കൊമ്പില്ലാത്തതുകൊണ്ട് പിടിയാനകളെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇത്തരം ആനകളുടെ മുന്നിൽ ചെന്നുപെട്ടാൽ അത് വളരെ അപകടം പിടിച്ചതാണ്.